Failures are the stepping stone towards success. ഈ സെൻറ്റൻസിന് എന്തുമാത്രം വാല്യൂ ഉണ്ടെന്ന് കാണിച്ചു തന്ന ഒരു ഇയർ ആയിരുന്നു 2025. യെസ്, യു ഓൾ നോ ഐ വാസ് ആക്ച്വലി പ്രിപ്പയറിംഗ് ഫോർ നീറ്റ് എക്സാം. ആ എക്സാമിന് ഒരു മിസ്റ്റേക്ക് ബുക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് മേ ബി ലൈക്ക് നീറ്റ് ആസ്പിറൻസിന് മാത്രമേ അറിയുള്ളൂ. സോ ഫോർ മൈ അപ്കമിങ് ജൂനിയേഴ്സ്, ഞാനൊരു മിസ്റ്റേക്ക് ബുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ഓർ either you can make your own mistake books, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നൊരു ഷോർട്ട് വീഡിയോ മാത്രമാണിത്. ഇൻ ദിസ് വീഡിയോ ഐ ആം മെയിൻലി ഫോക്കസിങ് ഓൺ നീറ്റ് എക്സാം ബിക്കോസ് ഞാനത് എഴുതിയത് കൊണ്ടും എനിക്കതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് ഇഫ് യു മേക്ക് ദിസ് ബുക്ക്, എനിക്ക് ലൈക്ക് മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറയുന്നതിനെക്കാട്ടിലും ലേണിംഗ് ബുക്ക് എന്ന് പറയാനാണ് എനിക്കതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബിക്കോസ് മിസ്റ്റേക്സ് ടീച്ചസ് യു സംതിങ്. മിസ്റ്റേക്സ് ആർ ആക്ച്വലി ഗുഡ്. നമ്മൾ ഇനിയും ആ തെറ്റ് വരുത്താതിരിക്കാൻ, ഈവൻ ഇൻ എക്സാംസിൽ മാത്രമല്ല ലൈഫിലായാൽ പോലും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു നീറ്റ് ആസ്പിരൻ്റ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല നിങ്ങളൊരു A4 സൈസ് അല്ലെങ്കിൽ ഒരു ലോങ് ബുക്ക് വാങ്ങുക, എന്നിട്ട് അതിൽ ഓരോ ചാപ്റ്ററായിട്ട് എഴുതുക, തെറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് അതിലോട്ട് മാറ്റി എഴുതുക എന്നുള്ളത്. ബിക്കോസ് ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് ഫെയിലായി ആ ബുക്ക് അവിടെ തന്നെ വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ്, ലാസ്റ്റ് മോക്ക് എക്സാംസ് ഒക്കെ നടക്കുന്ന 2 months ബിഫോറാണ് ഞാൻ ഈ മിസ്റ്റേക്ക് ബുക്ക് ആക്ച്വലി ക്രിയേറ്റ് ചെയ്തത്. ബട്ട് ടു ബി ഓണസ്റ്റ്, എനിക്കത് എന്തുകൊണ്ട് നേരത്തെ ഞാൻ ഈ മെത്തേഡിൽ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആണെന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ റിപ്പീറ്റ് ഇയർ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നീറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ തന്നെ നിങ്ങളൊരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് വാങ്ങുക. മേ ബി ലൈക്ക് ഒരു A4 ഷീറ്റോ നല്ല ക്വാളിറ്റി പേപ്പർ തന്നെ വാങ്ങാനായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഐ ഹാവ് മെയ്ഡ് ദാറ്റ്. ഞാനൊരു 200 പേജസിൻ്റെ നമുക്ക് ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് കിട്ടുമല്ലോ, അത് നമ്മൾ വാങ്ങിച്ച് വെക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ആദ്യം സ്പൈറൽ ചെയ്യുക. അടുത്തുള്ള ഷോപ്സിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്പൈറൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ആക്ച്വലി സ്പൈറൽ ബുക്കാണ് കീപ്പ് ചെയ്തിരുന്നത്. ദെൻ യു ഹാവ് ടു മേക്ക് എ ലിസ്റ്റ് ഓഫ് ഓൾ ചാപ്റ്റേഴ്സ് ദാറ്റ് യു വോണ്ട് ടു സ്റ്റഡി. നിങ്ങൾക്ക് എക്സാമിനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കണ്ടൻറ്റ് എത്രമാത്രം ചാപ്റ്റേഴ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിനെയും ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. സേ ഫിസിക്സിന് ഐ ഗെസ് 14+14, ദാറ്റ് ഇസ് +1 and +2 ടുഗെദർ 28 ചാപ്റ്റേഴ്സ് ഉണ്ട്. സിമിലർലി കെമിസ്ട്രിയിലും അതിൻ്റെ എല്ലാത്തിനെയും ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ബയോളജിക്ക് ഉണ്ടാക്കിയിരുന്നില്ല. ബിക്കോസ് ബയോളജി എനിക്ക് മിസ്റ്റേക്ക് വരുന്നത് വളരെ കുറവാണ്. അഥവാ വന്നു കഴിഞ്ഞാൽ പോലും അതിനെ എടുത്ത് മാറ്റി എഴുതേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ബിക്കോസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്സിൽ തന്നെ ഓൾറെഡി ഗിവൺ സ്പേസസ് ഉണ്ട്, അതിലോട്ട് തന്നെ നമുക്ക് മാറ്റി എഴുതാവുന്നതേ ഉള്ളൂ. ആൻഡ് പ്രൈമർ യൂസ് ഓഫ് മിസ്റ്റേക്ക് ബുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു കോൺസ്റ്റൻ്റ്ലി റിവൈസ്. ദാറ്റ് ദ റിവിഷൻ ഇസ് ദ കീ ഫോർ എനി എക്സാംസ് ഓർ എനി സക്സസ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. സോ കോൺസ്റ്റൻ്റ്ലി നമ്മൾ റിവൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവരുന്നത്. സോ ഫിസിക്സിൽ ഇപ്പോൾ നിങ്ങളൊരു 14 ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് എഴുതി വെച്ചു. ദാറ്റ് ഈസ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, മോഷൻ ഇൻ 1 dimensional 2 dimensional എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അതിന് ഓരോ ചാപ്റ്റേഴ്സിനും യു ഹാവ് ടു അലോക്കേറ്റ് 3 pages ഫോർ ഇറ്റ്. ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ മിസ്റ്റേക്ക് വന്ന രീതി വെച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മോർ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, ഓർ നിങ്ങൾ എക്സാംസ് എഴുതിയ പ്രാക്ടീസിൽ ഇഫ് ഗിവൺ ചാപ്റ്ററിൽ സേ റൊട്ടേഷണൽ മോഷൻ നിങ്ങൾക്ക് കൂടുതൽ മിസ്റ്റേക്സ് വരുന്നെന്ന് തോന്നുകയാണെങ്കിൽ യു ഹാവ് ടു ഗിവ് മോർ പേജസ് ഫോർ ദാറ്റ്. എനിവേസ്, ഞാൻ പറയില്ല, ഒരു സേഫർ ഓപ്ഷനിൽ നിങ്ങൾക്ക് 3 pages അതിന് വേണ്ടി കൊടുക്കാം. ലൈക്ക് ദെൻ അനലൈസ് യുവർ മിസ്റ്റേക്സ്. യു ക്യാൻ കാറ്റഗറൈസ് ഇറ്റ് ആസ് കെയർലെസ് മിസ്റ്റേക്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാക്ക് ഓഫ് നോളജ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് റിവിഷൻ കൊണ്ടുവന്ന മിസ്റ്റേക്സ്, അല്ലെങ്കിൽ പുതിയ കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു, സോ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയില്ല, അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഗെസ് അടിച്ചു, അതിനുണ്ടായ മിസ്റ്റേക്സ്. സോ വാട്ട് എവർ മിസ്റ്റേക്സ് മേ ബി, ഞാൻ കൂടുതലും പ്രിഫർ ചെയ്തിരുന്നത് എൻ്റെ ലാക്ക് ഓഫ് നോളജ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് റിവിഷൻ കൊണ്ടുണ്ടായ മിസ്റ്റേക്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ബട്ട് കെയർലെസ് മിസ്റ്റേക്സ് അങ്ങനെ വരാറില്ല. ആൻഡ് 2 കാൽക്കുലേഷൻ മിസ്റ്റേക്സ്, എസ്പെഷ്യലി ഫോർ ഫിസിക്സ് സൈഡ്, കാൽക്കുലേഷൻ മിസ്റ്റേക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. സോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പിക്ക് ചെയ്യുക ഫ്രം എനി ഗിവൺ ക്വസ്റ്റ്യൻ പേപ്പർ.
ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യമേ തന്നെ ഹൈലൈറ്റ് ചെയ്തിടണം. ആഫ്റ്റർ എനി എക്സാംസ് നിങ്ങൾ വീട്ടിൽ വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റ് ചെയ്തിട്ടിട്ട് ആ ക്വസ്റ്റ്യൻ വിത്ത് പ്രോപ്പർ ആൻസർ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് സൈലത്തിൻ്റെ ആപ്പിൽ നിന്ന് തന്നെയാണ്. അതിൽ ഓൾറെഡി ഓരോ എക്സാംസ് കഴിയുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് ഡെയിൽ അപ്ലോഡ്, അതിൽ നിന്ന് നിങ്ങൾക്ക് സൊല്യൂഷൻസ് കിട്ടും. അത് നിങ്ങൾ ആദ്യമേ ഒന്ന് സ്വയം ചെയ്ത് നോക്കണം. റഫായിട്ട് എവിടെ തെറ്റിപ്പോയെന്നുള്ളൊരു ക്ലിയർ കട്ട് ഐഡിയ ഓർ അനാലിസിസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവണം. നിങ്ങൾ സ്വയം ഒരു പേപ്പറിൽ ചെയ്ത് നോക്കി. ആഫ്റ്റർ ദാറ്റ് ഈ മിസ്റ്റേക്സ് ഞാൻ ഇനിയും വരുത്തും. മേ ബി ലൈക്ക് കാൽക്കുലേഷൻ ആയിക്കോട്ടെ, ഓർ പുതിയ കോൺസെപ്റ്റിൻ്റെ ആയിക്കോട്ടെ. പുതിയ കോൺസെപ്റ്റിൻ്റെ ആകുമ്പോൾ യു ഹാവ് ടു നോട്ടീസ് ദാറ്റ് ഈ ഇക്വേഷന് മുമ്പ് പഠിച്ചിട്ടില്ല. അപ്പോൾ പുതിയതായിട്ടൊരു ഇക്വേഷൻ വന്നു. അപ്പോൾ അത് നിങ്ങൾ മിസ്റ്റേക്ക് ബുക്കിലോട്ട് മാറ്റുമ്പോൾ യു ഹാവ് ടു ഹൈലൈറ്റ് ഇറ്റ് ഓൺ ദാറ്റ് ബുക്ക് ഇറ്റ് സെൽഫ്. ഒരു സ്കെച്ച് കൊണ്ട് ഒരു ബോർഡർ കൊടുക്കാം, ഓർ യു ക്യാൻ യൂസ് ഹൈലൈറ്റർ. ബിക്കോസ് ഇനി നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ യു ഹാവ് ടു നോട്ടീസ് ഇറ്റ് അഗെയിൻ ദാറ്റ് ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആയിരുന്നു ആൻഡ് ഇതുവരെ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ആഡ് ഓൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾ ഇനി റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യും. അങ്ങനത്തെ ഈച്ച് ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ഹാവ് മെയ്ഡ് മിസ്റ്റേക്സ് നിങ്ങൾ മാറ്റി എഴുതി മിസ്റ്റേക്ക് ബുക്കിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ഗിവ് യു ആൻ അമേസിങ് റിസൾട്ട്സ് ആഫ്റ്റർ ദാറ്റ്. ഞാൻ നിങ്ങൾക്ക് അഷുറൻസ് തരികയാണ്, നിങ്ങൾ ഓരോ പ്രാവശ്യം എക്സാം എഴുതുന്നതിന് പോകുന്നതിന് മുമ്പ് ഈ മിസ്റ്റേക്ക് ബുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. യു ഡോണ്ട് ഹാവ് ടു ഡു അഗെയിൻ ആ പ്രോബ്ലംസ് തന്നെ ചെയ്തു നോക്കണമെന്നല്ല. ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് പേജസ് പോയാൽ പോലും നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ മിസ്റ്റേക്ക് ഇനി നിങ്ങൾ വരുത്തില്ല എന്നുള്ളത്. സോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെയിൻലി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബയോളജിക്ക് ഞാൻ മിസ്റ്റേക്ക് ബുക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിവേസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതിൽ വന്നാൽ പോലും ഞാനത് ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് മാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത്രയേ ഉള്ളൂ മിസ്റ്റേക്ക് ബുക്കിൻ്റെ എൻ്റെ സ്റ്റോറി. ആൻഡ് ഞാൻ ഇതുവരെയും ഒരു വീഡിയോയോ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ബിക്കോസ് എല്ലാവരും പറയും മിസ്റ്റേക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യൂ, ദാറ്റ് ക്യാൻ ഗിവ് യു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്നൊക്കെ. പക്ഷേ ആരും എങ്ങനെയാണ് മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഐഡിയ എനിക്ക് ആരും ഇതുവരെ തന്നിട്ടില്ല. സോ ദാറ്റ് ഈസ് വൈ ഐ തോട്ട് ഓഫ് പ്രിപ്പയറിംഗ് ദിസ് വീഡിയോ. ആൻഡ് ലാസ്റ്റ് ക്ലിപ്സിൽ നിങ്ങൾ കണ്ടത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത സ്പെഷ്യലി മെയ്ഡ് ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണ് ഫോർ ബോത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. സോ ഇതിൻ്റെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ചെക്ക് ദി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബിലോ so that I can send you that. So thanks for watching. Bye.